ഇപ്പോൾ ആരാ ഉത്തരം പറയേണ്ട ആൾ? ഇപ്പോൾ ഉത്തരം പറയേണ്ട പ്രധാനപ്പെട്ട ആൾ സുരേഷ് ഗോപിയാണ്. ഇന്ന് അദ്ദേഹം ഒരു ചാനലിൽ അദ്ദേഹത്തിൻ്റെ പുറകെ നടന്നിട്ട് അദ്ദേഹത്തിന് മറുപടി പറയാനില്ല, അല്ലെങ്കിൽ ആവശ്യം പോലെ ഡയലോഗുകൾ വാരി വെതറുന്ന ആളാണ് സുരേഷ് ഗോപി. അപ്പോൾ ഈ പറയുന്ന പുളിച്ച വർഗീയ വർത്തമാനം പറയുന്ന പോലെ എളുപ്പമല്ല ഇന്ത്യയിൽ ഒരു സീരിയസ് ആയിട്ടുള്ള രാഷ്ട്രീയ വിഷയം വരുമ്പോൾ അതിനകത്ത് മറുപടി പറയാൻ. താൻ ജയിച്ചത് കള്ളവോട്ടുകൾ കൊണ്ടാണെന്നുള്ള ഗുരുതരമായ ആക്ഷേപം ഉയർന്നു വന്നിരിക്കുന്നു. തൻ്റെ കുടുംബത്തിൽപ്പെട്ടവരെല്ലാം ഇന്നലെ വരെ തിരുവനന്തപുരത്ത് താമസിച്ചിട്ട് നാളെ അപ്പുറത്ത് വോട്ട്, അതെങ്ങനെയാണ് പറ്റുക? സ്ഥിരതാമസക്കാരനാണെന്ന് തെളിയിക്കുന്ന രേഖയുണ്ടെങ്കിൽ മാത്രമേ വോട്ട് അവിടേക്ക് മാറ്റാൻ കഴിയുന്ന സ്ഥിതിയിരിക്കെ ഇന്നലെ വരെ തിരുവനന്തപുരത്ത്, ഇന്ന് പോയി തൃശ്ശൂരിൽ, നാളെ അടുത്ത ഇലക്ഷനിൽ വീണ്ടും തിരുവനന്തപുരത്ത്, എങ്ങനെയാണ് നടക്കുക? വീട്ടിലും പരിസരത്തുള്ള മുഴുവൻ ആളുകളെയും അവിടെ കൊണ്ട് വോട്ട് ചേർക്കുക. ഉടമസ്ഥനറിയാത്ത ഫ്ലാറ്റുകളിൽ ഈ 9ഉം 10ഉം ആളുകൾ, നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്. അതായത് രാജ്യമൊട്ടാകെ ഇവർ സ്വീകരിച്ചിരിക്കുന്ന ഒരു സ്ട്രാറ്റജി അത് ഒന്നാണ്. അതിൻ്റെ കണക്ഷൻ മനസ്സിലാവണമെങ്കിൽ, അതായത് കർണാടകയിലെ മഹാദേവപുരയിൽ ഒരു ഫ്ലാറ്റിൽ അയാൾ അറിയാതെ 40 വോട്ട് ചേർത്തിരിക്കുന്നു. അവിടെ ചെന്ന് ഇന്ത്യ ടുഡേയുടെ മൈക്ക് വെക്കുമ്പോൾ അയാൾക്കറിയില്ല. ഇതേപോലെ നമ്മുടെ നടരാജ് പരശുറാം ചെന്ന് മൈക്ക് വെക്കുന്നു, ആ സ്ത്രീക്കും അറിയില്ല. എന്ന് വെച്ചാൽ എന്താണ്? ആളുകളില്ലാത്ത, ആളുകൾ അറിയാത്ത സ്ഥലങ്ങളിൽ വോട്ടുകൾ ചേർക്കൂ എന്ന് പറഞ്ഞ ഒരു വളരെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു പദ്ധതി രാജ്യത്താകമാനം തിരഞ്ഞെടുക്കപ്പെട്ട മണ്ഡലങ്ങളിൽ പ്രവർത്തിച്ചു എന്ന് മനസ്സിലാവണം. ആ ലാർജർ പ്ലാൻ എക്സ്പോസ് ചെയ്യപ്പെട്ടു എന്നതിൻ്റെ ആളലിലാണ് സുരേഷ് ഗോപിക്ക് മിണ്ടാൻ പറ്റാവുന്നത്. അല്ലേ അതിന് എന്തുമാത്രം ഡയലോഗുണ്ട് എന്ന് അല്ലേ കാണണ്ട. അപ്പം തൃശ്ശൂരിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ തൃശ്ശൂരിൽ വോട്ട്, തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ തിരുവനന്തപുരത്ത്, അദ്ദേഹം അങ്ങനെ ആൾ പറയും ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കുന്നത്. അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അമ്പലത്തെക്കുറിച്ച് ചോദിക്കൂ, വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ വീടിനെക്കുറിച്ച് ചോദിക്കൂ. അതുപോലെ ആ സ്ട്രാറ്റജി ആയിരിക്കണം ഇവിടെയും. അനിയന് കൊല്ലത്തും തൃശ്ശൂരിലും വോട്ടുണ്ട്. യെസ്, അനിയന്, ഡ്രൈവർക്ക്, എല്ലാവർക്കും വോട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇനിയിപ്പോൾ മനുഷ്യരായിട്ടുള്ള അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രാദേശിക BJP നേതാവിന് ആലത്തൂരിലും വോട്ടുണ്ട്, ഇവിടെയും വോട്ടുണ്ട് എന്ന് കാണുക. അപ്പോൾ ഈ സംഗതി എക്സ്പോസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അത് കേവലമായി തൃശ്ശൂരിലെ മാത്രം ഒരു സംഗതിയല്ല, മറിച്ച് രാജ്യത്താകമാനം നടപ്പിലാക്കിയിട്ടുള്ള ഒരേ ഏകരൂപമുള്ള ഒരു പദ്ധതിയുടെ പുറത്തു വരലാണ്. അത് ജനം മനസ്സിലാക്കിയെന്ന് വന്ന ഘട്ടത്തിൽ, അത് മാധ്യമങ്ങളെല്ലാം വാർത്തയായെന്ന് വന്ന ഘട്ടത്തിൽ, അത് ഈ ഹൗസ് ഓണേഴ്സ് എല്ലാം തുറന്നു പറഞ്ഞു വന്ന ഘട്ടത്തിൽ ഇനിയിപ്പോൾ എന്താ പറയാനുള്ളത് ബാക്കി? അത് പറയാനുള്ള സമയം എടുക്കായിരിക്കും സുരേഷ് ഗോപി. അല്ലെങ്കിൽ തന്നെ അദ്ദേഹത്തെ ഇപ്പോൾ കാണാനില്ല. കാരണം അദ്ദേഹം വന്നാൽ ഒന്നിലധികം ചോദ്യങ്ങൾ കേൾക്കേണ്ടി വരും. ഛത്തീസ്ഗഡിൽ പിടിക്കപ്പെട്ട കന്യാസ്ത്രീകളെക്കുറിച്ച് നിശബ്ദത അവലംബിച്ച മനുഷ്യനാണ്. അതിനുശേഷം ഇപ്പോൾ അദ്ദേഹം ജയിച്ചത് തൃശ്ശൂർ കള്ളത്തരത്തിലൂടെയാണ് എടുത്തതെന്നുള്ള ആക്ഷേപം പുറത്തു വന്നിരിക്കുന്നു. ആക്ഷേപമല്ല, ഒരുതരം ഒരു തുറന്നു കാട്ടലാണ്. അപ്പോൾ അതിന് മറുപടി പറയാൻ കഴിയാതെ അദ്ദേഹം പരിങ്ങിയിരിക്കുന്നു എന്ന് വെച്ചാൽ, അദ്ദേഹം ഭയങ്കര 56 ഇഞ്ചുകാരനാണ്. ഏത് വിഷയത്തിലും ശക്തമായ നിലപാടെടുക്കുകയും പ്രസംഗിക്കുകയും മാധ്യമങ്ങളെ വരെ ആക്ഷേപിച്ച് വർത്തമാനം പറയുകയും ഒക്കെ ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ സൗണ്ട് ബൈറ്റുകൾ പലതും BGM ഇട്ട് ഈ സംഘ് പരിവാർ ഹാൻഡിൽ ഓടിക്കുന്ന ആളുണ്ട്. എവിടെ പോയി അദ്ദേഹം? അപ്പോൾ ഇതിൽ നിന്ന് വ്യക്തമാണ്. ഒരു കാര്യം എടുക്കുക, കർണാടകയിലും തൃശ്ശൂരിലും ഒരേ മോഡസ് ഓപ്പറാണ്ടിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അത് രാജ്യത്ത് പലയിടത്തും നടന്നിരിക്കാം, പക്ഷേ ഡിജിറ്റൽ കോപ്പി കമ്മീഷൻ തരാത്തതുകൊണ്ട് പരിശോധിക്കാൻ കഴിയുന്നില്ല. രണ്ടാമത്തേത്, തൃശ്ശൂരിൽ ഉയർന്നു വന്നിരിക്കുന്ന ഈ ഫേക്ക് വോട്ടുകളുമായി ബന്ധപ്പെട്ട് പരാതി കൊടുക്കുന്നു LDFും UDFും, BJPക്ക് പരാതിയില്ല. അതെന്താണ് BJPക്ക് പരാതിയില്ലാത്തത്? മൂന്നാമത്തെ കാര്യം, ഈ വിഷയത്തിൽ പൊടുന്നനെ പ്രതികരിച്ചുകൊണ്ട് തൻ്റെ ഭാഗം ക്ലിയർ ചെയ്യേണ്ട സുരേഷ് ഗോപിക്ക് നാക്ക് പുറത്ത് കാണിക്കാൻ പറ്റുന്നില്ല. ഈ 3 കാര്യങ്ങളും കൂടി ചേർത്ത് വയ്ക്കൂ, BJP അങ്ങേയറ്റം കുറ്റവാളികളുടെ കളത്തിൽ കയറി നിൽക്കുകയാണിതിൽ. അത് വിശദീകരിക്കാൻ അവർക്ക് പറ്റണം. അതിൻ്റെ കൂടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം നിറവേറ്റേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്ന സംവിധാനത്തിൻ്റെ ഈ നിഷ്ക്രിയത എന്ന് പറയുന്നത് അപകടകരമാണ്. പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ രാഹുൽ ഗാന്ധി ആയാലും കോൺഗ്രസ് ആയാലും CPI ആയാലും ഒക്കെ എടുക്കുന്ന പൊസിഷൻ നമ്മൾ വളരെ പ്രതീക്ഷയോടെ കാണണം. ജനങ്ങളുടെ സംശയം, ജനങ്ങളുടെ ശബ്ദം ഉറക്കെ കേൾപ്പിക്കുക എന്നുള്ളതല്ലാതെ വേറെ മാർഗ്ഗമൊന്നുമില്ല. ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ ഇറങ്ങി വന്നിട്ട് ഈ സ്ഥാപനങ്ങൾ ഇറങ്ങി ഇതെല്ലാം പരിഹരിക്കുമെന്ന് വിചാരിക്കാൻ ഒരു നിവൃത്തിയില്ല. ജനങ്ങളൊരു മൂവ്മെൻ്റ് ആവുകയല്ലാതെ രക്ഷയില്ല. കേരളത്തിലെ പ്രധാനപ്പെട്ട പാർട്ടികളെല്ലാം ഇതിൻ്റെ ശബ്ദമായി മാറാൻ തയ്യാറാവണം. കേരളത്തിലെ പല പ്രധാനപ്പെട്ട പാർട്ടികളും ഇതിൻ്റെ ശബ്ദമായി മാറിയിട്ടില്ല പൂർണ്ണ തോതിൽ. അതിന് സ്റ്റേറ്റ് ലെവൽ നേതാക്കൾ ഈ വിഷയം ഏറ്റെടുത്തുകൊണ്ട് നിരന്തരമായി രംഗത്ത് വരുന്നില്ല. അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഇപ്പോൾ നോക്കൂ, ഞാൻ ഒരു കാര്യം പറയണം. അപ്പം ഈ നാഷണൽ ലെവലിൽ നിങ്ങൾക്ക് നോക്കിയാൽ കോൺഗ്രസ് ബഹുദൂരം മുന്നോട്ട് പോയിട്ടുണ്ട് ഈ കാര്യത്തിൽ. എന്ന് വെച്ചാൽ ഇൻസ്റ്റഗ്രാം വെറുതെ എടുത്ത് നോക്കൂ, ഇൻസ്റ്റഗ്രാമിൽ നിറയെ രാഹുൽ ഗാന്ധി കൊണ്ടുവന്ന ഈ വോട്ട് ചോരി എന്ന് പറഞ്ഞ ആശയത്തെക്കുറിച്ചുള്ള റിയാക്ഷൻ വീഡിയോസും അവർ തന്നെ പുഷ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം കാണാം. ഇൻസ്റ്റഗ്രാമിൽ BJPയുടെ ഫോളോവേഴ്സിനെ മറികടന്ന് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ 8.6 മില്യൺ ആൾക്കാർ കോൺഗ്രസിനെ ഫോളോ ചെയ്യുന്നു. അവർക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട്. കേരളത്തിലെ പ്രധാനപ്പെട്ട സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായിരിക്കുന്ന പാർട്ടികളുടെ പേജിലൊക്കെ പോയി നോക്കിയാൽ അവരിതിനെക്കുറിച്ച് മിണ്ടുന്ന പോലുമില്ല, കാണുന്നതേ ഇല്ല. അപ്പോൾ എല്ലാവരും കൂടി ഇറങ്ങേണ്ട സവിശേഷ ഘട്ടമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ വാക്ക് വീണ്ടും ആവർത്തിക്കുന്നു. നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട് എങ്കിൽ, നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നുണ്ടെങ്കിൽ ആത്യന്തികമായ അതിൻ്റെ ലക്ഷ്യം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിക്കലാണ്. ആ മത്സര ജയം വേറെ ആൾക്കാരാണെന്ന് നേരത്തെ തീരുമാനിക്കുന്ന ഘട്ടം വന്നാൽ പിന്നെ പണിയെടുക്കുന്നതിൽ കാര്യമില്ല എന്ന് പറയുന്ന അനിവാര്യമായ സാഹചര്യത്തെ തിരിച്ചറിഞ്ഞ് പ്രക്ഷോഭത്തിൽ പങ്കാളിയാവാൻ, ഉറച്ച ശബ്ദത്തിൻ്റെ പങ്കാളിയാവാൻ എല്ലാവരും തയ്യാറാവണം.